കീമിൽ പുതിയ റാങ്ക് ലിസ്റ്റ് പുറത്തുവിട്ടതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് കേരള സിലബസിലെ വിദ്യാർത്ഥികൾ. കോടതിയിൽ പോകുമ്പോൾ സംസ്ഥാന സർക്കാർ അതിന് പിന്തുണ നൽകണം. കീമിലെ നിലവിലെ ഘടന കേരള സിലബസിലെ കുട്ടികൾക്ക് എതിരെന്നും അവരുടെ പ്രതികരണം വരുന്നുണ്ട്. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. മനീഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? കാണാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് ഇത്തവണത്തെ കീം പ്രവേശന പരീക്ഷയിൽ ഉണ്ടായത്. അതിനുശേഷമുള്ള നടപടികൾ ഉണ്ടായത്. എന്നാൽ ഇത്തവണ സർക്കാർ അത് അടുത്ത തവണ ഒരു ഫോർമുലയിലൂടെ തന്നെ അതായത് CBSE സ്റ്റേറ്റ് സിലബസ് ഉള്ളവർക്ക് തന്നെ ഏകീകരണത്തിലൂടെ ഒരു പുതിയ രീതി അവലംബിച്ചുകൊണ്ട് അത് പരിഹരിക്കാവുന്ന നിലപാടിലേക്ക് സർക്കാർ നീങ്ങുകയാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടത്തിലേക്ക് പോകേണ്ട എന്നതാണ് സർക്കാരിന്റെ നിലപാട്. പക്ഷേ ഇവിടെ സ്റ്റേറ്റ് സിലബസിലുള്ള വിദ്യാർത്ഥികൾ അത് നിയമപരമായി തന്നെ നേരിടണം എന്ന ഒരു വിഷയത്തിലേക്ക് നീങ്ങുകയാണ്. അതുമായി ബന്ധപ്പെട്ട് കീമിൽ സർക്കാരിന് തെറ്റ് പറ്റിയിട്ടില്ലെന്ന് ഉള്ള വിഷയം മന്ത്രി ഉന്നയിക്കുന്നുണ്ടെങ്കിൽ കൂടി ഈ നിലവിൽ കോടതിയിലേക്ക്, അതായത് സുപ്രീം കോടതിയിലേക്ക് ഈ വിഷയമായി പോകുന്നതിൽ സർക്കാരിന്റെ പിന്തുണ ആവശ്യമാണ് എന്നാണ് നിലവിൽ ഈ സ്റ്റേറ്റ് സിലബസിലെ വിദ്യാർത്ഥികൾ അറിയിക്കുന്നത്. നിലവിൽ കീമിലെ ഘടന CBSE വിദ്യാർത്ഥികൾക്ക് അനുകൂലവും അതുപോലെ തന്നെ അനീതി ആണ് ഇവരോട് മാത്രം, CBSE വിദ്യാർത്ഥികളോട് മാത്രമുള്ള അനീതിയാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത്. അതിൽ നിയമം മറ്റുള്ളവർക്ക് ദോഷമാണെന്ന് കാണുമ്പോൾ അത് മാറ്റണം. അതിനു വേണ്ടിയിട്ടുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. സർക്കാർ നടത്തിയ മാറ്റം നീതിയുക്തമാണ്. പക്ഷേ അതിൽ ഈ റാങ്ക് ലിസ്റ്റ് പുതുക്കിയ ഹൈക്കോടതി നടപടി സാങ്കേതികത്വം മാത്രമാണ്. അടുത്ത് മെറിറ്റ് കൂടി കോടതി പരിഗണിക്കുന്നതിൽ കോടതിയോട് ആ വിഷയം അറിയിക്കേണ്ടത് സർക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് നിയമപരമായി തന്നെ അതിനോട് സർക്കാരിന്റെ പിന്തുണ ഇല്ലെങ്കിൽ, കാരണം അലോട്ട്മെന്റ് അടക്കമുള്ള നടപടികൾ ഈ 16-ാം തീയതി വരെയാണ് അപേക്ഷിക്കാനുള്ളത്. അതായത് എഞ്ചിനീയറിംഗിന്റെ കീമിന്റെ അപേക്ഷിക്കേണ്ട അവസാന തീയതി 16-ാം തീയതിയാണ്. 18-ന് തന്നെ അലോട്ട്മെന്റ് പുറത്തിറക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരാഴ്ച കൂടി സമയം, 18-ാം തീയതി കഴിഞ്ഞ് പിന്നീട് കോടതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് നിയമസാധു അല്ലെങ്കിൽ നിയമപരമായ ഈ വിദ്യാർത്ഥികൾക്ക് സുപ്രീം കോടതിയിൽ നിന്നും പ്രതികൂലമായ സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് സർക്കാരിന്റെ പിന്തുണയാണ് ഈ സമയത്ത് ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ SFIയും വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ സഹായം ചെയ്യുന്ന SFI നേതൃത്വവും അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് നിയമപരമായി നേരിടാനുള്ള എല്ലാ അവകാശവും ഉണ്ടെന്ന് അറിയിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇത്തവണ ഈ 2 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ എഴുതിയ ഈ പരീക്ഷയിൽ സ്റ്റേറ്റ് സിലബസിലെ വിദ്യാർത്ഥികൾക്ക് അതായത് ആദ്യത്തെ റാങ്ക് പട്ടിക റദ്ദാക്കിയത് വലിയ രീതിയിൽ അവർക്ക് ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടുള്ള നിയമ പോരാട്ടത്തിലേക്ക് സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ്. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.